എടാ മാതാ, നിങ്ങളാരും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ കല്യാണം പോലും നടക്കില്ലായിരുന്നു. ഫക്കീറേ, എന്താടൂ താനെന്തിനാ ഇങ്ങനെ കരയുന്നു? തന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാവോ? ആ പഴം എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നത്? രംഗ, തോട്ടത്തിൽ 3-4 വാഴ കൊലച്ചു നിൽപ്പുണ്ട്. നീ പോയത് വെട്ടിയെടുത്തോണ്ട് വാ. ഇത് നാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്നറിയിച്ചുകൊണ്ട് എന്റെ ഈ എളിയ പ്രസംഗം ഞാൻ നിർത്തുന്നു. നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ട് പോയി ഭക്ഷണം കഴിച്ചോളൂ. ഈ ഫക്കീറിന്റെ വീട് എവിടെയാ? ഞങ്ങളുടെ ഫക്കീറിന് എന്താ ചെയ്ത സാറേ? അയ്യോ എന്റെ ഭഗവാനെ, സാറിന്റെ ഭഗവാനൊക്കെ ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെ ഉണ്ട്. ഞങ്ങളുടെ ഫക്കീറാണ് നല്ലൊരു മനുഷ്യനാ സാറേ. അല്ല, എന്ത് ചെയ്തിട്ട് ആ മനുഷ്യനെ നിങ്ങൾ അന്വേഷിക്കണേ? വെറുതെ കണ്ണി കണ്ടവരെ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് പ്രാന്താണോടാ? ആരോടെ സംസാരിക്കുന്നവരെ നിനക്ക്? വെറുതെ നിന്റെ അഭ്യാസമൊക്കെ പോലീസുകാരുടെ കയറി എടുത്താലുണ്ടല്ലോ, 4 ചാമ്പേമ്പി മുള്ള പോലും പറ്റാ നിനക്ക്. അവന്റെ വീടെടുത്ത് പറടാ. ആ കാണുന്ന എന്നാ ആദ്യം അങ്ങ് പറഞ്ഞാ പറയായിരുന്നു. നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ സാറേ? എടാ, അത് പൂട്ടിയിരിക്കാണല്ലോ. അല്ല, സാറിനൊക്കെ ആരാ സാറേ പോലീസിന്റെ അടുത്ത്? വീഡിയോ ചോദിച്ചു, ഞാൻ കാണിച്ചു തന്നില്ലേ? ഈ പൊട്ടൻ ഗുണപ്പനെ കൊണ്ട് ഞാൻ ഇവന് തലയ്ക്ക് വെളിവിലോട്. താനെന്ന് ചോദിച്ചേ? ഡോ, അവനിവിടെ എന്താ പറ? അവിടെ ആളുടെ മോളുടെ കല്യാണ പരിപാടി നടക്കുക. എന്തായാലും ഇവിടെ വരെ വന്നല്ലോ, എല്ലാം കഴിച്ചിട്ട് പോകും. എടാ ശങ്കര, നീ വന്നേ. ഫക്കീറിനെ വേഗം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. ആകെ കൊളായെന്ന് തോന്നുന്നേ. എന്താ ചെയ്യേണ്ടത്? രംഗ, പറഞ്ഞ കാര്യം എന്തായി? നാട്ടുകാർ കാത്തിരണം. ഒന്ന് ഇങ്ങോട്ട് വന്നേ. രംഗ, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഫക്കീറിനെ കൊല വെട്ടാനായിട്ട് വീടിന്റെ അങ്ങോട്ട് പോയപ്പോ പോലീസുകാര് അവിടെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. എടോ, പോലീസുകാരെ കുറിച്ച് താൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഏതോ ഒരുത്തി വന്നിട്ട് അവളുടെ ഭർത്താവിനെ ഒരു സാവിത്രി വെച്ചുകൊണ്ടിരിക്കാത്രേ. അവൻ സകല തോന്നിയാസം കാണിച്ചതിന് ആ സാവിത്രി ഞാൻ എന്ത് ചെയ്യാന്? അതും ശരിയാ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിട്ടുകളാ. എന്താന്ന്? ഒന്നുമില്ല, ഈ നാട്ടിലോട്ട് ഇന്നലെ വന്നേന്ന് ചോദിച്ചതാ. എന്ത് പറയാനാടോ? ആട്, മാട്, കോഴി, തുണി, ചെരുപ്പ് കാണാതായ പോലും കംപ്ലൈന്റ് തരുമല്ലേ? ഇതൊക്കെ വലിയ ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് ആണല്ലോ. ഞങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കണം. മനുഷ്യനെ ഉറപ്പിക്കാൻ. ഓ, അപ്പൊ നിങ്ങള് തുണിയും കൊണാനും കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാ അല്ലേ? അതല്ല, ഫക്കീറിനെ അന്വേഷിച്ച് നിങ്ങൾ ഇറങ്ങിയതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ ചോദിച്ചാ. മോട്ടോർ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് കിട്ടി. ഈ മോഷണ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആക്രി കടക്കാരാണല്ലോ. ഫക്കീറിന്റെ പരിപാടി അത് തന്നെയാണല്ലോ. അവൻ വീട്ടിലുണ്ടോന്ന് അന്വേഷിച്ച് ഇറങ്ങിയപ്പോ പോലീസ് വണ്ടി തന്നെ ആംബുലൻസ് ആക്കി മാറ്റിയില്ലേ? ഇനി സാറൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. എടാ ഫക്കീറെ, കുഴപ്പമില്ല കേട്ടോ. അതെ, കുറച്ചു കാലമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. സമാധാനമില്ല, ഉറക്കവും ഇല്ലാണ്ട് ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി തൊട്ട് ഞാനും ജോലിക്ക് പോവാന്ന് വിചാരിക്ക. മാസം 4000 രൂപ തരാന്നാ പറഞ്ഞിരിക്കുന്നത്. നീ വാങ്ങിക്കുന്ന ശമ്പളം മാസം പലിശ അടയ്ക്കാൻ പോലും തികയില്ല. പിന്നെ എന്തിനാ ആവശ്യമില്ലാതെ ഇതിനൊക്കെ പോകുന്നേ? ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. അയ്യടാ, നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയേ കൂടില്ല. പിടിക്ക്, ഇത് പണയം വെച്ചിട്ട് പലിശ അടയ്ക്ക്. ബാക്കി കടം നമുക്ക് എങ്ങനെയും കൊടുത്തു തീർക്കാം. ഇനി മുതല് മാസത്തില് നമുക്ക് ഒരു പണം കണ്ടാ മതി. വേണ്ട, ഇനി മുതൽ തോന്നുമ്പോ ഞാൻ തന്നെ ഉണ്ടാക്കി തരാം.
A plus B whole square equal to A square plus B square plus 2AB. A plus B whole square equal to... എന്തൊക്കെയുണ്ട് മോനെ? അതെ, ഈ കണക്കിൽ എന്തിന് ഇത്രമാത്രം ഫോർമുല ഇട്ടേക്കണെന്നൊരു പിടി കിട്ടുന്നില്ല. മാത്ത ഒരു ചായ എടുത്തോ. ഇതിപ്പോ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഒന്ന് പറഞ്ഞതാ മോനെ, അതെന്താന്ന് വെച്ചാ ഒരാള് ശനീശ്വരന്റെ പേരില് ആഗ്രഹം നിറവേറ്റാനായി അമ്പലത്തിലേക്ക് ഒരു കാണിക്കപ്പെട്ടി കൊടുത്തു. അത് അന്ന് രാത്രി തന്നെ കള്ളന്മാര് മോഷ്ടിച്ചോണ്ട് പോയി. കൊണ്ടുപോകുമ്പോ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അത് ആ വഴി വന്ന് ഒരു ഭിക്ഷക്കാരന്റെ കയ്യിൽ കിട്ടി. അയാളത് വെറും 30 രൂപയ്ക്ക് ഒരു ഹോട്ടൽ ഉടമയ്ക്ക് കൊടുത്തു. ഒരാർത്തി ചെറുക്കൻ വെറും 5 രൂപ കമ്മീഷന് വേണ്ടി അതിന് 200 രൂപയെന്നും പറഞ്ഞൊരു കച്ചവടക്കാരന് വിറ്റു. ആ കച്ചവടക്കാരൻ അയാളുടെ കസ്റ്റമർക്ക് അത് 500 രൂപയ്ക്ക് വിറ്റു. പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ഇറങ്ങിത്തിരിക്കുമ്പോ അത് ശനീശ്വരന്റെ അമ്പലത്തിലെ കാണിക്കപ്പെട്ടിയാണെന്ന് മനസ്സിലായി. ചോദ്യം ചെയ്യൽ നടത്തി കഴിഞ്ഞപ്പോ എല്ലാരും പിടിക്കപ്പെട്ടു. അവസാനം അതിലാരൊക്കെ ഉൾപ്പെട്ടോ അവരെ എല്ലാം കണ്ടുപിടിച്ചില്ലേ? യഥാർത്ഥത്തിൽ ആ കാണിക്കപ്പെട്ടിയുടെ വില എത്രയാണ്? എന്താടാ മാത്ത, എന്ത് ചായ അത്? എന്താടാ അവിടെ ഒരു രഹസ്യം പറച്ചില്? ഞങ്ങൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. ചായ കുടിച്ചതിന്റെ കാശ് വെച്ചിട്ട് എഴുതിട്ട് പോകാൻ നോക്കണോ? എപ്പ നോക്കിയാലും എന്തെങ്കിലും കൊണ എന്ന് പറഞ്ഞു. നീ അവന്റെ പക്കിട്ട് കയറുന്ന എന്തിനാ? താനൊന്നും മിണ്ടായിരിക്കണോ? അയാളെ പറഞ്ഞ തനിക്കെത്താടോ? ഫക്കീറിന്റെ കാര്യം എന്താണെന്ന് പറയണോ? അതെന്താന്ന് വെച്ചാ മിണ്ടായിരിക്കണേ, കുറച്ചു നേരം മിണ്ടായിരിക്കും. നമുക്ക് തെറ്റ് പറ്റിപ്പോയി ചേട്ടാ. മോഷണം നടത്തുമ്പോഴൊക്കെ അതിന്റെ സുഖവും ദോഷവും ഞങ്ങൾ മാത്രമേ അനുഭവിച്ചിരുന്നുള്ളൂ. ഞങ്ങള് നാടോടികളെ പോലെയായിരുന്നു. എന്നാ ഈ നാട് അതുപോലെയല്ല. നല്ല ഒത്തൊരുമയുള്ള മനുഷ്യരാ ഇവിടെ. എല്ലാവരും സ്നേഹത്തോടെ സഹകരിച്ച് ജീവിക്കുന്നു. മാനം നഷ്ടപ്പെടുന്നു പേടിച്ച് നമ്മുടെ ഫക്കീർക്കയ്ക്ക് നെഞ്ചുവേദന വരെ വന്നില്ലേ? ഭയവും ദേഷ്യവും ഒക്കെ കൂടി തമ്മിലുള്ള സ്നേഹം മുറിഞ്ഞു പോകുന്ന കണ്ടില്ലേ? വേണ്ട, ഇതിപ്പോ ഇവിടെ വെച്ച് നിർത്തിയേക്കാം. ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആയേക്കാം. ഞാനും വരും. പോലീസ് സറണ്ടർ ആയിട്ട് ഒരു കാര്യവുമില്ല. നമ്മളെന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ? അതെ കറുപ്പുസ്വാമി, കൗണ്ടർ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ല്. നിങ്ങളുടെ മോളുടെ കല്യാണക്കാരെ സംസാരിക്കാൻ വേണ്ടിയാ.